മനോഹരമായ ഈ സന്ധ്യാസമയത്തിനായി ഞാൻ ദൈവത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരിക്കൽ കൂടി ദൈവസന്നിധിയിൽ ഈ മാറ്റമില്ലാത്ത ശ്രേഷ്ഠമായ ദൈവവചനം ചിന്തിപ്പാനും പഠിപ്പാനും ദൈവം ഒരവസരം കൂടെ നൽകിയതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവദാസനായ യോഹന്നാനും ഭാവിയിൽ നടക്കുവാനുള്ള വിഷയങ്ങൾ കാണിച്ചു കൊടുത്തതിനെ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനോടുള്ള പഠനത്തിലാണ് നാം കഴിഞ്ഞ അനേക മാസങ്ങളായിട്ട്. അതിൻ്റെ സമാപ്തിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നാം വരികയാണ്. ഞാൻ കഴിഞ്ഞ പല ക്ലാസ്സുകളിൽ ഓർപ്പിച്ചതുപോലെ ഈ വിഷയം വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളിൽ തന്നെ പരിമിതപ്പെടുത്തി മുമ്പോട്ട് പോകാനാണ് ഇനിയുള്ളതായ ക്ലാസ്സുകളിൽ ഞാൻ പ്രധാനമായും ആഗ്രഹിക്കുന്നു. കാരണം വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ പ്രതിഫലങ്ങൾ എന്നുള്ളതായ വിഷയം വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. സ്വർഗം, നരകം എന്ന് പറയുന്ന വിഷയങ്ങൾ ചിന്തിക്കാൻ കഴിയും. ഇതിനോട് ആഡ് ചെയ്യുവാൻ ഭാവികാല സംഭവങ്ങളുടെ ബന്ധത്തിൽ പുനരുത്ഥാനം എന്ന് പറയുന്നതിനോട് ബന്ധം, ഇങ്ങനെല്ലാം ഇതിനോട് ആഡ് ചെയ്ത് പോകാൻ കഴിയും. എന്നാൽ ഈ പഠനം ഇപ്പോൾ തന്നെ നമ്മൾ 50-ലധികം ക്ലാസ്സുകളായി കഴിഞ്ഞു. അതുകൊണ്ട് തുടർന്നുള്ളതായ വിഷയങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ ഇനി നടക്കുവാനുള്ള പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങൾ എന്നുള്ളതായ വിഷയത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി. അതിൽ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചു. അതിനുശേഷമായിട്ട് മഹോപദ്രവത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അവസാന സമയത്ത് നടക്കുന്ന അതിപ്രധാനമായ യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലും നമുക്കതിൻ്റെ സൂചന കാണുവാൻ കഴിയും. നാം ഇത് ചിന്തിക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ഇതിൻ്റെ പ്രവചന വിഷയങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നതും നാം ഒന്നിച്ച് ചേർത്ത് പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഊഹിക്കുവാനേ കഴിയുള്ളൂ. അല്ലാതെ ഖണ്ഡിതമായി അങ്ങനെ ആയിരിക്കും എന്നൊന്നും ശടിക്കേണ്ട കാര്യമില്ല, ശടിച്ചിട്ട് കാര്യവുമില്ല. അത് നമ്മൾ ഓർക്കണം. കാര്യം ഇതെല്ലാം പ്രവചന വിഷയങ്ങളാണ്. നമുക്കിത് മനസ്സിലാക്കുന്നതിന് പരിമിതികളുണ്ട്. ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ഉള്ളതായ അത്രമാത്രം വിവരം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതായ ചിന്ത എനിക്കില്ല. കാരണം ഇതിന് നമുക്കെല്ലാം പരിമിതികളുള്ളവരാണ്. എന്നാൽ ഈ ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ പ്രധാനമായും ഇസ്രായേലിനെ തകർക്കുന്നതിന് വേണ്ടി, ഇസ്രായേലിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പെട്ടെന്നുണ്ടാകുന്ന ഒരു യുദ്ധമായിട്ട് നാം അതിനെ കണ്ടു. അത് റഷ്യയുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു സൈന്യം എന്നുള്ള നിലയിൽ ഇതിൻ്റെ വേദപുസ്തക ഭൂമിശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലും നമുക്ക് ചിന്തിപ്പാൻ കഴിയും. എന്നാൽ ആ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ നമുക്കറിയാം ദൈവം തന്നെ ഇടപെടുന്നു. ദൈവം തന്നെ പർവ്വതങ്ങളോട് കൽപ്പിക്കുന്നു. അങ്ങനെ ഇസ്രായേലിന് വിജയം ലഭിക്കുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇപ്പോഴും ഓർക്കണം, ഈ യുദ്ധം നടക്കുന്ന ആ സമയത്തും യഹൂദനോടുള്ള ബന്ധത്തിൽ യെരുശലേം ദേവാലയം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഗോഗ് മാഗോഗ് യുദ്ധത്തിന് ശേഷം നടക്കുന്ന ഒരു സംഭവവികാസം എന്ന് പറയുന്നത് യഹൂദൻ പണിയുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പള്ളി പണിയത്തക്കവണ്ണമുള്ളതായ കാര്യങ്ങൾ ഒത്തുകൂടും. അങ്ങനെ അതിനുള്ളതായ കാര്യങ്ങൾ സമാധാന പ്രഭു എന്നുള്ളതായ നിലയിൽ രംഗപ്രവേശം ചെയ്യുന്ന എതിർ ക്രിസ്തു യഹൂദന് ചെയ്തു കൊടുക്കും. അങ്ങനെ യഹൂദന്റെ ഹൃദയം കവർന്നെടുത്ത് അല്ലെങ്കിൽ യഹൂദനെ സ്വാധീനിച്ച് എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് മഹോപദ്രവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഇസ്രായേലിന് വലിയ കഷ്ടതയും പ്രയാസമൊന്നുമില്ല. കാര്യം എതിർ ക്രിസ്തു അവർക്ക് അനുകൂലമായി പല കാര്യങ്ങൾ ചെയ്യുന്നു, ആരാധന നടക്കുന്നു, ഇങ്ങനെ പോവുകയാണ്. എന്നാൽ ആഴ്ചവട്ടത്തിൻ്റെ മധ്യത്തിൽ ആലയത്തിൽ ശൂന്യമാവുന്ന മ്ലേച്ഛത എന്ന് പറയുന്ന നിലയിൽ നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ ചിന്തിച്ചു കൊള്ളുക എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടും. ദേവാലയത്തിലെ പ്രതിഷ്ഠയായിട്ട് എതിർ ക്രിസ്തുവിൻ്റെ പ്രതിഷ്ഠ കൊണ്ട് വയ്ക്കുകയും അതിനെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ അതിനെ വണങ്ങുവാൻ യഹൂദൻ നിർബന്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ യഹൂദനും എതിർ ക്രിസ്തുവും തമ്മിലുണ്ടായിരുന്ന ആ ബന്ധം വിച്ഛേദിക്കപ്പെടും. ഇതിന് ശേഷമായിട്ട് നടക്കുന്ന സംഭവങ്ങൾ ആണ് മഹോപദ്രവത്തിൻ്റെ അവസാനം നടക്കുന്ന ഇതിലെ പ്രധാനപ്പെട്ട സംഭവമായി നാം ചിന്തിക്കുന്ന ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അതിനെക്കുറിച്ച് അല്പകാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇന്ന് നമുക്ക് പ്രധാനമായും 19-ാം അധ്യായത്തിൽ നിന്നും ചിന്തിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 19-ാം അധ്യായത്തിൻ്റെ 11 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് വായിക്കാം ആ ഭാഗം. അതായത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതൽ ഉള്ളതായ വാക്യങ്ങൾ, 11 മുതൽ അതിൻ്റെ അവസാന ഭാഗം വരെ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു.
ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാൻ എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണഗ്നിജാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. 17 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പിന്നീട് വായിക്കാം. ഈ ഭാഗങ്ങൾ തന്നെ തീരുമാനം എനിക്ക് നിശ്ചയമില്ല. നാം ഇവിടെ കാണുന്ന വിഷയം ഹർമഗദോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിലെ ഭാഗമാണ്. നാം ഇവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചത് ഒന്നുകൂടെ പറയാം. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നടക്കുവാനുള്ള സംഭവത്തിന്റെ ക്രമത്തിലല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഈ ഭാഗം നാം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ 16-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങൾ, നാം ഇപ്പോൾ വായിച്ചു കേട്ടതായ 19-ാം അധ്യായം 11 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങൾ, അതുപോലെ തന്നെ 14-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇതാണ് വാസ്തവത്തിൽ ഈ ഹർമഗദോൻ യുദ്ധത്തിന്റെ ക്രമം. വാസ്തവത്തിൽ ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കിടക്കുന്നത്. അതായത് 16-ാം അധ്യായം, പിന്നീട് 19-ാം അധ്യായം, പിന്നീട് 14-ാം അധ്യായം, ഇങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ 16-ാം അധ്യായത്തിൽ നാം ഇവിടെ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്നുള്ള നിലയിൽ യേശുക്രിസ്തു ഒലിവുമലയിലേക്ക് വരുന്ന രംഗമാണ്. അതിനുശേഷമായിട്ട് 16-ാം അധ്യായത്തിൽ നാം കാണുന്നത് അതിൻ്റെ കർത്താവിനോട് കൂടെയുള്ളതായ സൈനിക വ്യൂഹത്തെക്കുറിച്ചുള്ളതായ അല്ലെ സൈന്യത്തെ കൂട്ടിച്ചേർക്കുന്നതിനുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങൾ, നമുക്ക് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ, ഇവിടെ നടക്കുന്ന ഒരുക്കങ്ങളും കർത്താവിനോടുള്ള ബന്ധത്തിലുള്ള ഒരുക്കങ്ങൾ നമുക്ക് 16-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. എന്നാൽ 14-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഈ ഹർമഗദോൻ യുദ്ധത്തിന്റെ അവസാനമുള്ള രക്തച്ചൊരിച്ചിൽ, എന്തുമാത്രം രക്തച്ചൊരിച്ചിലാണ് നടക്കുന്നത്, എന്തുമാത്രം ആളുകൾ കൊല്ലപ്പെടുന്നു, അതിനോടുള്ള ബന്ധത്തിൽ എന്താണ് ക്രമീകരണം, മഹാദൈവത്തിന്റെ അത്താഴം എന്ന് പറഞ്ഞ് ലോകത്തിലെ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും എല്ലാം ശവങ്ങൾ തിന്നുവാൻ വേണ്ടി എന്ത് ചെയ്യുക, പക്ഷികളെ വിളിക്കുകയാണ്. അതതിൻ്റെ അവസാനമാണ്. ഈ നിലയിലാണ് ഇതിന്റെ ക്രമീകരണം കിടക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് സെഖരിയ പ്രവചനം 14-ാം അധ്യായത്തിലും അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങളിലും ഹർമഗദോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെഖരിയ 14, അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ. ഇവിടെ നാം ഈ വിഷയം പഠിക്കുമ്പോൾ ഇതിനെ വാസ്തവത്തിൽ 4 ഭാഗമായിട്ട്, ഇനിയുള്ള ഈ 19-ാം അധ്യായത്തിനെ 4 ഭാഗമായി തിരിച്ചാൽ നമ്മുടെ പഠനം കുറച്ചുകൂടി എളുപ്പമാക്കും. അതായത് ഇനിയുള്ള 19-ന്റെ ഇപ്പോൾ നാം വായിച്ച 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ 4 സെക്ഷനായിട്ട് ഇതിനെ തിരിക്കുവാൻ കഴിയും. അതിലെ 1-ാം ഭാഗം എന്ന് പറയുന്നത് കീഴ്പ്പെടുത്തുവാൻ, അതായത് ഭൂമിയെ കീഴ്പ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഭൂമിയിലുള്ളതായ രാജാക്കന്മാരെ കീഴ്പ്പെടുത്തുവാൻ ജയാളിയായി ക്രിസ്തു വരുന്നു എന്നുള്ളതായ നിലയിൽ, അല്ലെങ്കിൽ രാജാതി രാജാവായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്നുള്ളതാണ് ഇതിന്റെ 1-ാം ഭാഗം. അത് നമുക്ക് 19-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ കാണാൻ കഴിയുന്ന കാര്യമാണ്. ഞാനതിലേക്ക് വിശദീകരിക്കാം, പിന്നീട് മടങ്ങി വരാം. അപ്പോൾ 1-ാം ഭാഗം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് എന്ന് പറയുന്നതാണ്. അത് എത്ര ദൃശ്യമാണ്, എത്ര ശക്തമായ നിലയിലാണ് കർത്താവ് വരുന്നത് എന്നുള്ള നിലയിൽ 19-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഉള്ള ഭാഗമാണ്. അടുത്ത 14-ാം വാക്യത്തിൽ, 19-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം നോക്കിയാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെയുള്ളതായ സൈന്യത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. സ്വർഗീയ സൈന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ 2-ാം ഭാഗം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ യേശുക്രിസ്തുവിന്റെ കൂടെയുള്ള സൈന്യം ആരാണ് എന്നുള്ളതാണ് 2-ാം ഭാഗം. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ രാജാക്കന്മാരോട് ഉള്ള തന്റെ ഇടപെടൽ, അല്ലെങ്കിൽ ഭരണങ്ങളോടും വാഴ്ചകളോടുമുള്ള കർത്താവിന്റെ ഇടപെടൽ ഏത് നിലയിലായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് താൻ ഭരിക്കുന്നത്, ഇവരോട് എങ്ങനെയാണ് താൻ ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതിനുശേഷം 15-ഉം 16-ഉം വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിനുശേഷം ഈ യുദ്ധത്തിൽ, ഹർമഗദോൻ യുദ്ധത്തിൽ
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിജയം സുനിശ്ചിതമാണ്. ആ വിജയത്തെക്കുറിച്ച് അതെങ്ങനെയായിരിക്കും, അതിനോടുള്ള ബന്ധത്തിലെ സംഭവവികാസങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് 17 മുതൽ 21 വരെയുള്ള ആ വാക്യങ്ങളിൽ കാണാം. നമുക്കിനി ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാം. അതിലെ ആദ്യ ഭാഗത്ത് നാം വായിച്ചതായ 19-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കും. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാൻ എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണഗ്നിജാല, തലയിൽ അനേക രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന പേർ പറയുന്നു. നാം ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എന്ന് പറയുന്ന, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുവാനായിട്ട് സകലതിനെയും കീഴ്പ്പെടുത്തുവാനുള്ള കർത്താവിൻ്റെ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിലാണ് നാം ഈ ഭാഗം കാണുന്നത്. ഇവിടെ പറയുന്ന വിഷയം, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നു. യോഹന്നാൻ കാണുകയാണ്, സ്വർഗം തുറന്നിരിക്കുന്നു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അവൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് അവൾ പറയുന്നത്. പക്ഷേ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതിന് മുമ്പേ ആരുടെ കാര്യമാണ് പറയുന്നത്? വെള്ളക്കുതിരയുടെ കാര്യമാണ്. കുതിര വരുന്നതാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേര്. അപ്പോൾ ഇതുവരെ യോഹന്നാൻ കണ്ടതുപോലെയല്ല വെളിപ്പാടിൻ്റെ ഈ ഭാഗം. ഇതുവരെയുള്ളതായ കാര്യങ്ങൾ ദൂതൻ പറഞ്ഞു കൊടുക്കുക. ദൂതൻ പറഞ്ഞു, എഴുതിക്കൂ എന്ന് പറഞ്ഞു. ഇന്നത്, അതിനുശേഷം ഇന്നത്, ഓരോ മുദ്ര തുറക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഇവിടെ സ്വർഗം തുറന്നു. സ്വർഗം തുറന്നപ്പോൾ ഈ യോഹന്നാൻ തന്നെ കാണുക ഈ കാഴ്ച. സ്വർഗം തുറന്നിരിക്കുന്നു. സ്വർഗം തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെടുകയാണ്. ഇവിടെ ന്യായമായ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? സ്വർഗത്തിൽ കുതിരയുണ്ടോ? സാധാരണ ഒരു ക്വസ്റ്റ്യനാണ്. കാര്യം സ്വർഗത്തിൽ കുതിരയുണ്ടെന്ന് അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. സ്വർഗത്തിൽ കുതിരയുണ്ടെന്ന് വിശ്വസിക്കാൻ പാടൊന്നുമില്ല. നമ്മൾ ഈ കാണുന്ന നിലയിലുള്ള കാഴ്ചപ്പാടിലാണോ ഈ കുതിര എന്നുള്ളതാണ് വേറൊരു വിഷയം. കാരണം ഏലിയാവിൻ്റെയും ഏലീശയുടെയും കാലത്ത് അഗ്നി അശ്വങ്ങളെക്കുറിച്ചും രഥങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ കുതിരയെക്കുറിച്ച് പരാമർശനമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് പറയാൻ മറുപടി ഉള്ളൂ. അല്ലാതെ നാം കാണുന്നത് പോലുള്ളതായ കുതിരയാണോ ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ, ഏത് നിലയിലുള്ള. പക്ഷെ കുതിര എന്നാണ് അതിനെ വിളിച്ചേക്കുന്നത്. കുതിരപ്പുറത്താണ് വരുന്നത്, വെള്ള കുതിരയാണ്. ഇതിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈ വെള്ള കുതിരയ്ക്കും കാര്യങ്ങൾക്കും എല്ലാം ഇലയ്ക്കാൻ വരാം. അപ്പോൾ അടുത്തായിട്ട് അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേര്. അപ്പോൾ ഈ കുതിരപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ പേര് വിശ്വസ്തനും സത്യവാനും എന്നാണ്. ഇത് നിങ്ങൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം നോക്കുമ്പോൾ ലവോദിക്ക സഭയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ ഉപയോഗിക്കുന്ന വാക്കാണ്. ലവോദിക്ക സഭയെ സംബോധന ചെയ്ത് പറയുന്നു, വിശ്വസ്തനും സത്യവാനും എന്ന് പേരുള്ളവൻ ആണ് ഇടപെടുന്നത്. അപ്പോൾ അത് യേശുക്രിസ്തുവാണ് എന്ന് വളരെ വ്യക്തം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പേരാണ് വിശ്വസ്തൻ, അതുപോലെ തന്നെ സത്യവാൻ എന്നുള്ളത്. വിശ്വസ്തനും സത്യവാൻ എന്ന പേര്. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യും. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്ന അനീതിയുള്ളതായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സകലിടത്തും അനീതിയുള്ളൂ. നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ലോകമാണ്. എല്ലാവർക്കും നീതി ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും ഇന്നയാളിന് നീതി കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ആളിനോട് കാണിച്ച അനീതിയാണ്. ഇതൊക്കെ ലോകത്തിൽ സാധാരണ നാം കേൾക്കുന്ന ശബ്ദങ്ങളാണ്. എന്നാൽ നീതിയോടെ വാഴുന്ന ഒരുവൻ വരുന്നു. അതുവരെയും ഈ ലോകത്തിൽ നീതി എല്ലായിടത്തും ലഭ്യമല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ നീതിയോടെ വിധിക്കും. അവൻ്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നതും നീതിയോടുകൂടിയുള്ളതായ വിധിയാണ്. അല്ലാതെ മുൻ വൈരാഗ്യം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ വാശി തീർക്കുന്നതോ ഒന്നുമല്ല. ലോകത്തിലെ ഭരണാധികാരികളെ നമ്മൾ നോക്കിയാൽ യുദ്ധം വിജയിച്ചു കഴിയുമ്പോൾ, സാധാരണ യുദ്ധം വിജയിച്ചു കഴിയുമ്പോൾ ചെയ്യാവുന്ന നാശം മുഴുവൻ ചെയ്യും. ഇതാണ് ലോകത്തിൽ കാണുന്നത്. സാധാരണ നടക്കുന്ന കാര്യമാണ്. ഒരു രാജ്യം വേറൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ ആ രാജ്യത്ത് നിന്ന് ലഭിക്കാവുന്ന വസ്തുവകൾ മുഴുവൻ കൊള്ളയടിക്കും. ഇത് സാധാരണ യുദ്ധത്തിലെ ഒരു രീതിയാണ്. അതൊക്കെ എന്ന് നമുക്ക് വെക്കാം. എന്നാൽ അവിടെയുള്ളതായ സ്ത്രീകളെ മലിനപ്പെടുത്തുകയും കുഞ്ഞുങ്ങളെ തടവുകാരാക്കി കൊണ്ടുവരുന്നതും കുടുംബങ്ങളെ ശിഥിലമാക്കുന്നതും ഒന്നും മാന്യമായ ഒരു കാര്യമല്ല. ഒരു രാജ്യം കീഴ്പ്പെടുത്തി അവിടെയുള്ള വസ്തുവകൾ കൊള്ളയടിച്ചു, അവിടെയുള്ള രാജാവിനോട് പ്രതികാരം ചെയ്തു, അതുകൊണ്ടൊന്നും തീരാഞ്ഞിട്ടോ അവിടെയുള്ള സ്ത്രീകളെ മലിനപ്പെടുത്തുകയും സ്ത്രീകളോട് മോശമായി പെരുമാറുകയും
കുഞ്ഞുങ്ങളെ തടവുകാരാക്കി പിടിച്ചുകൊണ്ട് പോരുകയും ഒക്കെ ചെയ്യുന്ന പ്രതികാരം കൂടെ തീർക്കുന്ന പരിപാടിയാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞേച്ച് ചിലർ ആ രാജ്യത്തിന് തീയുടെ വെക്കും. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖ് യുദ്ധത്തിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടു. സദാം ഹുസൈനും അമേരിക്കയും നമ്മൾ ആ യുദ്ധം നടക്കുന്ന സമയത്ത് സദാം ഹുസൈൻ തന്നെ എന്ത് ചെയ്തു? ചില ഓയിൽ റിഫൈനറിക്ക് തീയിട്ടു. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്ന് കത്തിക്കോട്ടെ എന്നുള്ള നിലയിൽ തൻ്റെ ഈ യുദ്ധം കുറച്ചുകൂടെ പ്രൊലോങ് ചെയ്യുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അത് നശീകരണമൊക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ്. അതിനു വേണ്ടിയുള്ളതായ നിലയിൽ ചെയ്യുന്ന കാണുവാൻ കഴിയും. ഇതൊക്കെ ഈ ലോകത്തിൽ സഹജമായ കാര്യങ്ങളാണ്. എന്നാൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ കർത്താവിനോട് ഇവർ ചെയ്തതുപോലെ, അതായത് ലോകത്തിൽ തൻ്റെ ഐഹിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ കർത്താവിനോട് ഇവർ പെരുമാറിയതിൻ്റെ ഒന്നും പ്രതികാരമല്ല തീർക്കുന്നത്. കാരണം അതിനുശേഷം വീണ്ടും 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 മടങ്ങി വരുവാനുള്ളതായ ആലോചന ദൈവം മനുഷ്യന് കൊടുത്തു. മടങ്ങി വരുവാൻ കാരണം അവൻ്റെ പാപം രക്താംബരം പോലെ കടിഞ്ചു വെപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും എന്ന് പറഞ്ഞ് എത്ര വലിയ പാപിക്കും മടങ്ങി വരുവാനുള്ളതായ വാതിൽ തുറന്നിട്ടുകൊണ്ട് ഈ സുവിശേഷത്തിന്റെ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുകയാണ്. അപ്പോൾ മടങ്ങി വരുന്ന പാപിയെ സ്വീകരിപ്പാൻ സ്വർഗം സദാ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് ആ നിലയിലുള്ള പ്രതികാരം ഇവിടെ വരുന്നില്ല. യേശുക്രിസ്തുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചതുകൊണ്ടോ അവനെ തുപ്പിയതുകൊണ്ടോ അല്ലെങ്കിൽ അവനെ അടിച്ചതുകൊണ്ടോ അതിൻ്റെ എല്ലാം കൂടെ പ്രതികാരം ഇപ്പോൾ ഇവിടെ ഈ യുദ്ധത്തിൽ തീർക്കാൻ പോകുന്നു എന്നല്ല ചിന്തിക്കേണ്ടത്. അതിന്റെ പ്രതികാരമല്ല ഇവിടെ. കാര്യം മടങ്ങി വരുവാനുള്ള അവസരം ദൈവം വീണ്ടും വീണ്ടും കൊടുക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ നീതിയോടുകൂടി വിധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇനിയും അടുത്തായിട്ട് കുതിരപ്പുറത്തിരിക്കുന്ന ആളിനെ കുറിച്ചുള്ള അടുത്ത വിശദീകരണം, അവന്റെ കണ്ണ് അഗ്നി ജ്വാല. ഇത് നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ കണ്ടതാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടിയവൻ. അപ്പോൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടിയവനാണ്. നമ്മൾ ഓർക്കണം, വെളിപ്പാട് പുസ്തകത്തിൽ സഭകളോട് പറയുന്ന ഭാഗം നാം ചിന്തിച്ചതാണ്. ഇന്നും നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ വാചകം ഓർക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ പ്രസംഗിക്കുമ്പോഴും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടിയവൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെങ്കിൽ ഇന്നത്തെ നമ്മുടെ ആത്മീയ ഗോളത്തെ നാം നോക്കിയാൽ സഭകളുടെ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവർക്ക് പോലും ഇത് അതുപോലെ വിശ്വാസമുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടിയ ഒരുവൻ നടകൊള്ളുന്നു എന്നുള്ള ബോധമുണ്ടെങ്കിൽ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടിയ ദൈവപുത്രൻ നടക്കുന്നു എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഇന്ന് സഭാമണ്ഡലത്തിൽ നടക്കുന്ന പല പരിപാടികളും നടക്കുകയില്ല. അത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടിയവൻ ഈ സഭയിൽ ഉലാവുന്നു എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കണ്ടു. ഇവിടെ കുതിരപ്പുറത്ത് വരുന്ന കർത്താവിനെ കുറിച്ച് പറയുമ്പോഴും അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ് എന്ന് പറഞ്ഞാൽ അവന് മറഞ്ഞിരിക്കുന്ന യാതൊന്നുമില്ല എന്നുള്ളതാണ്. സകലതും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നവുമായി കിടക്കുന്നു, തുറന്നു കിടക്കുകയാണ്. ഒന്നും മറയ്ക്കുവാൻ കഴിയാത്തതുപോലെ നാം കവർ ചെയ്യുവാൻ ശ്രമിക്കുന്നെങ്കിൽ ദൈവകുമാരന്റെ മുമ്പിൽ അല്ലെങ്കിൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയ ദൈവപുത്രന്റെ മുമ്പിൽ ഇതെല്ലാം തുറന്ന പുസ്തകം പോലെ ഇരിക്കുന്നു എന്നുള്ളത് നാം ഓർക്കണം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയ അടുത്തതായിട്ട് ആ തലയിൽ അനേക രാജമുടികൾ എന്നുള്ളതാണ്. ഈ ഭാഗം ഞാൻ അല്പം വിശദീകരിക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ചിന്ത. തലയിൽ അനേക രാജമുടികൾ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് നിങ്ങൾ ഓർക്കണം. ഈ രാജമുടികൾ എന്ന് പറഞ്ഞാൽ കിരീടം എന്നുള്ളതായ ഒറ്റ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ ഈ അർത്ഥം ശരിയാവുകയില്ല. കിരീടമാണ്, എന്നാൽ ഈ കിരീടത്തിന് വ്യത്യാസമുണ്ട്. ഈ കിരീടം എന്ന് പറയുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ജയാളികൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? പ്രതിഫലമായിട്ട് കിരീടം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ രാജമുടികൾ എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ജയാളികൾക്ക് കൊടുക്കുന്ന കിരീടത്തെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് സ്റ്റെഫനോസ് എന്ന് പറയുന്ന വാക്കാണ്. സ്റ്റെഫനോസ് എന്ന വാക്കാണ് കിരീടത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റെഫനോസ് എന്ന വാക്ക് കിരീടത്തിന് ഉപയോഗിച്ചിരിക്കുമ്പോൾ അത് ജയാളികൾക്ക് കിട്ടുന്ന കിരീടമാണ്. യേശുക്രിസ്തുവിനോടുള്ള സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ജയാളികളായ വിശുദ്ധന്മാർക്ക് മുഴുവൻ ലഭിക്കുന്ന കിരീടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ സ്റ്റെഫനോസ് എന്ന വാക്കാണ്. എന്നാൽ ഇവിടെ ഡയാഡം എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡയാഡം, രാജമുടി എന്നുള്ളതിന് ഗ്രീക്കിൽ ഡയാഡം എന്നുള്ളതായ വാക്കാണ്. അപ്പോൾ ഈ ഡയാഡം എന്നുള്ളതായ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഭരണകൂടത്തിലെ ആളുകളുടെ കിരീടമാണ്. അതായത് ഭരിക്കുന്ന, രാജഭരണം നടത്തുന്ന ചക്രവർത്തിമാർ അല്ലെങ്കിൽ ഭരിക്കുന്നവർ വെക്കുന്ന കിരീടത്തെയാണ് ഈ രാജമുടി അല്ലെങ്കിൽ ഡയാഡം എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കണം, ഇവിടെ കർത്താവായ യേശു ക്രിസ്തു രാജാവായി വരികയാണ്. അപ്പോൾ രാജാവായി വരുന്ന കർത്താവിൻ്റെ തലയിലിരിക്കുന്ന അനേക രാജമുടികൾ എന്നാണ് പറയുന്നത്. അനേക രാജമുടികൾ. ഇതിനെക്കുറിച്ച് വളരെ രസകരമായ ഒരു ചിന്ത ഞാൻ ചില പുസ്തകങ്ങൾ റെഫർ ചെയ്തപ്പോൾ കിട്ടി.
അതെനിക്ക് സ്വീകാര്യമായും തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഈ അനേക രാജമുടികൾ എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ തലയിൽ ഒന്നിൽ കൂടുതൽ കിരീടം എങ്ങനെയാണ് വെക്കുന്നത്? അനേക രാജമുടികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത്, ഇവിടെ യേശുക്രിസ്തു ഹർമഗദോനിൽ വരുമ്പോൾ യുദ്ധം ചെയ്യുന്നത് എതിർ ക്രിസ്തുവും അവന്റെ സൈന്യത്തോടും ചേർന്നാണ്. അവന്റെ കൂടെയുള്ള രാജാക്കന്മാരും എല്ലാവരും ചേർന്ന് അവരോടാണ്. പൗരാണിക കാലത്തെ യുദ്ധ രീതിയിൽ പരാജയപ്പെടുന്ന രാജ്യത്തെ ചക്രവർത്തിയുടെ കിരീടം അവർ കൈവശപ്പെടുത്തും. വിജയിക്കുന്ന രാജ്യം പരാജയപ്പെടുന്ന രാജ്യത്തെ ചക്രവർത്തിയുടെ കിരീടം ഊരിയെടുക്കും. പിന്നെ അവൻ കിരീടമില്ലാത്ത ആളാണ്. കിരീടമില്ലെന്ന് പറഞ്ഞാൽ എന്തോ പോയി, ഭരണം പോയി എന്നർത്ഥം. ആ കിരീടം കൊണ്ട് വിജയിക്കുന്ന രാജാവ് അതുകൊണ്ട് ഇങ്ങനെ പോരും. ഇത് ശമൂവേലിന്റെ പുസ്തകത്തിൽ ദാവീദ് യുദ്ധം ചെയ്യുന്ന സമയത്ത് യോവാബ് പോയി അമ്മോന്യരോട് യുദ്ധം ചെയ്തു. അതുകൊണ്ടാണ് തെളിവുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അമ്മോന്യരോട് പോയി യുദ്ധം ചെയ്യാനായിട്ട് യോവാബ് പോയി അമ്മോന്യരുടെ രാജാവിനെ കൊന്ന് അവന്റെ തലയിലെ കിരീടം എടുത്തോണ്ട് വന്ന് അത് ദാവീദിന്റെ തലയിൽ വെച്ചു. അപ്പോൾ ദാവീദിന് എന്തുണ്ടായിരുന്നു? ഓൾറെഡി ഒരു കിരീടമുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു കിരീടം മാറ്റിയിട്ട് വെച്ച് കാണും, അല്ലാതെ അതിന്റെ മുകളിൽ വെച്ചൊന്നും അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. എനിവേ, ഇതൊരു പഴയ കാലത്തെ രീതിയാണ്. യുദ്ധത്തോടുള്ള ബന്ധത്തിൽ നിലവിലിരുന്ന ഒരു കാര്യമാണ്. രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ പരാജയപ്പെടുന്ന രാജാവിന്റെ കിരീടം എടുത്തുകൊണ്ട് വിജയിക്കുന്ന രാജാവിനെ പോയി. ഇതാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കാൻ വളരെ അർത്ഥമുള്ളതായ ഒരു കാര്യമുള്ളത്, ഇവിടെ എതിർ ക്രിസ്തുവും അവന്റെ സൈന്യത്തോടും ഇടപെടുമ്പോൾ, പോരാടുമ്പോൾ ഈ ഭൂരാജാക്കന്മാരുടെ കിരീടങ്ങൾ ആരുടെ കയ്യിലോ? കർത്താവിന്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാകും എന്നുള്ളതാണ്. അപ്പോൾ രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന് പറയുമ്പോൾ സകലതിനെയും വാഴുന്നവൻ കർത്താവാണ് എന്നുള്ള ചിന്തയിൽ നാം ഇതിനെ എടുത്താൽ ഈ ഭാഗം കുറച്ചുകൂടെ ക്ലിയറാണ്. അതാണ് അനേക രാജമുടികൾ എന്ന് പറയുന്നത്. ഭൂമിയെ വാഴുന്നവൻ അവൻ മാത്രമാണ്. മറ്റെല്ലാ ഭരണങ്ങളും മാറുകയാണ്, മറ്റെല്ലാ രാജാക്കന്മാരും നീങ്ങിപ്പോവുകയാണ് എന്നുള്ളത് നാം ഓർക്കണം. ഇതുപോലെ തന്നെ ഈ റോമൻ ഭരണകൂടത്തിൻ്റെയും മറ്റൊരു രീതിയാണ്. അവർ രാജ്യത്തെ യുദ്ധത്തിന് വേണ്ടി പോയി അവിടെ നിന്നും യുദ്ധം കഴിഞ്ഞ് വിജയിച്ചു മടങ്ങി വരുമ്പോൾ അവിടുത്തെ ആ രാജാവിൻ്റെ കിരീടം എടുത്തുകൊണ്ട് പോകുന്നത് മാത്രമല്ല, ആ കിരീടവും വെച്ചുകൊണ്ട് ഇവരുടെ രാജാവിനെ തെരുവിലൂടെ ഒരു ഘോഷയാത്രയുണ്ട്. അതായത് ശത്രു രാജാവിൻ്റെ കിരീടവും വെച്ചെന്ന് പറഞ്ഞാൽ ശത്രു രാജ്യത്തെ കീഴ്പ്പെടുത്തിയതിൻ്റെ ആഘോഷം ആ നിലയിലാണ്. ഇതെല്ലാം പൗരാണിക കാലത്ത് രാജ്യങ്ങളിൽ നിലവിലിരുന്ന രീതിയാണ്. അപ്പോൾ ആ നിലയിലും വേണമെങ്കിൽ ഇതിനെ ചിന്തിക്കാം. ഈ രാജമുടികൾ, അനേക രാജമുടികൾ എന്ന് പറയുന്ന ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ. കർത്താവിൻ്റെ തലയിലിരിക്കുന്ന രാജമുടി എന്ന് പറയാൻ കാരണം ഭരിക്കുന്നവൻ തലയിൽ വയ്ക്കുന്ന കിരീടമാണ്. അതാണ് ഇതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അല്ല വെറും കിരീടമല്ല. വെറും കിരീടം സ്റ്റെഫനോസ് എന്ന വാക്കാണ്. അതാണ് സാധാരണ കിരീടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ ഡയഡം എന്നുള്ളതായ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് റൂളിംഗ് പാർട്ടിയുടെ തലയിലിരിക്കുന്ന, അല്ലെങ്കിൽ രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാരുടെ തലയിലിരിക്കുന്ന കിരീടം എന്നുള്ളതായ നിലയിലുള്ള അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് അനേക രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ രാജമുടികൾ ഒരു നാമവും അവനുണ്ട്. യേശുക്രിസ്തുവിന് എന്തുണ്ട്? ഒരു നാമമാണ്. ഇനി അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്നത് ആ നാമം അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ യോഹന്നാന് പോലും എന്തില്ല? വെളിപ്പെട്ട് കിട്ടിയില്ല. യോഹന്നാന് പോലും വെളിപ്പെട്ട് കിട്ടാത്ത ഈ പേര് എന്നതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഗവേഷണം നടത്തേണ്ട കാര്യവുമില്ല. കാരണം നാം സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നാം സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ കർത്താവിനെ കുറിച്ച് വീണ്ടും വീണ്ടും നാം മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. കാര്യം ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് പരിമിതമായ ഒരു അറിവേ നമുക്ക് കർത്താവിനെ കുറിച്ചുള്ളൂ. അത് നമ്മൾ ഓർക്കണം. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നാം കർത്താവിനോടുകൂടെ വാഴുമ്പോൾ കർത്താവിനോട് യുഗായുഗങ്ങളായിരിക്കും എന്നൊക്കെ പറയുന്ന ശ്രേഷ്ഠമായ അനുഭവങ്ങൾ, കുഞ്ഞാട് പോകുന്ന കൂടെ അനുഗമിക്കുന്ന ആ യാത്രയിൽ ഒക്കെ ആണ് കർത്താവിനെ നാം കൂടുതൽ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത് അറിയാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഇയ്യോബ് പറഞ്ഞതുപോലെ ഞാനൊരു കേൾവി മാത്രമേ കേട്ടുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നുവെന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവെന്ന് പറയുന്നത് പലപ്പോഴും കേൾവിയിൽ അധിഷ്ഠിതമാണ്. അതാണ് സത്യം. അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ദർശനങ്ങളിലൂടെ ചിലർക്ക് ആ നിലയുള്ളതായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പൊതുവെ പറഞ്ഞാൽ കേൾവിയാണ്. ദൈവവചനത്തിന്റെ കേൾവിയിലൂടെ കർത്താവിനെ മനസ്സിലാക്കി, ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് പഠിച്ച കുറെ കാര്യങ്ങൾ ഗ്രഹിച്ചു, ഇതൊക്കെ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിനോട് കൂടെയുള്ള സഹവാസത്തിൽ സ്വർഗത്തിൽ എത്തിയ കഴിഞ്ഞാലും
അല്ലെങ്കിൽ ക്രിസ്തുവിനോട് നാം ചേർന്ന് കഴിഞ്ഞാലും പല കാര്യങ്ങൾ നമുക്ക് ആരിൽ നിന്ന് പഠിക്കാനുണ്ട്? കർത്താവിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ നാമത്തെക്കുറിച്ച്, ഈ നാമം നമുക്ക് മനസ്സിലാകും നാം നിത്യതയിലെത്തുമ്പോൾ എന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു നാമം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിന് പിന്നെ വേദശാസ്ത്രികൾ പല പേരുകളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതിൽ ഒരു പേരിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ പോലും ആ പേര് മനസ്സിലാക്കിയില്ല. ആർക്കും തിരിച്ചറിയാൻ വയ്യ എന്ന് യോഹന്നാൻ തന്നെ പറഞ്ഞു. ആരും അറിയാത്തൊരു നാമമാണ് എന്ന് പറഞ്ഞു. അത് നിത്യതയിൽ വെളിവാകുന്ന കാര്യമാണ്. നിത്യതയിൽ നമുക്കിത് മനസ്സിലാക്കാം എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയുവാൻ കഴിയുന്നുള്ളൂ. അടുത്ത അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. ഇനിയും 13-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേര് പറയും. ആ ദൈവവചനം എന്ന പേര് പറയാൻ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകയായിരുന്നു, വചനം ദൈവമായിരുന്നു, ലോഗോസ്. അത് ക്രിസ്തുവാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിലേക്ക് നാം നോക്കിയാൽ, ഉടുപ്പിലേക്ക് നാം നോക്കിയാൽ, ഈ ഉടുപ്പിൽ എന്ത് കാണാൻ കഴിയുന്നു? രക്തം കാണുവാൻ കഴിയും. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഈ രക്തവും കാൽവറിയിൽ കർത്താവ് ചിന്തിയ രക്തവുമായി ഒരു ബന്ധവുമില്ല. കാരണം കാൽവറിയിൽ കർത്താവ് ചിന്തിയതായ രക്തം എന്ന് പറയുന്നത് യേശുക്രിസ്തു പാപപരിഹാരത്തിന് വേണ്ടി, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ചിന്തിയ രക്തമാണ്. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ രക്തം ചിന്തിയത് മനുഷ്യവർഗത്തിന്റെ പാപ വിമോചനത്തിന് വേണ്ടി ചിന്തിയ രക്തമാണ്. ഇവിടെ അതല്ല. യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബൊസ്രയിൽ നിന്നും രക്താംബരം ധരിച്ച വരുന്ന ഒരു പുരുഷനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ആ വരവെന്ന് പറയുന്നത് പ്രതികാരത്തോടുള്ളതായ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനോടുള്ള ബന്ധത്തിൽ നാം ഇവിടെ കാണുമ്പോൾ, ശത്രുക്കളെ കൊന്നൊടുക്കുന്നതിനുള്ള ബന്ധത്തിൽ നാം ഇത് കാണുമ്പോൾ, ശത്രുക്കളുടെ അല്ലെങ്കിൽ തന്നോട് എതിരിടുവാൻ വന്നതായ എതിരാളികളുടെ രക്തം എന്നുള്ള നിലയിലാണ് നാം ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹർമഗദോൻ യുദ്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ ഉപയോഗിച്ച് ഇവരെ സംഹരിക്കുന്ന സമയത്ത് അതിനോടുള്ള ബന്ധത്തിൽ ആണ് ഈ രക്തം എന്നുള്ളതാണ് പൊതുവെ വേദശാസ്ത്രികൾ അംഗീകരിച്ചിരിക്കുന്ന ചിന്ത. അതാണ് അതിന്റെ ശരിയായ ചിന്തയും അത് തന്നെയാണ്. അല്ലാതെ കാൽവറിയിലെ രക്തവുമായി, കാൽവറിയിൽ കർത്താവ് ചിന്തിയ രക്തവുമായിട്ട് യാതൊരു ബന്ധവും ഇവിടെ ഈ പറയുന്ന കാര്യത്തിനില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇവിടെ അതിനോട് അടുത്തായിട്ട് പറഞ്ഞേക്കുന്നത് കർത്താവിന്റെ മറ്റൊരു പേര് നമുക്കവിടെ കാണുവാൻ കഴിയും. 13-ാം വാക്യത്തിൽ അവന് ദൈവവചനം എന്ന പേര് പറയും. അതാണ് വചനം എന്നുള്ള നിലയിൽ, ലോഗോസ് എന്നുള്ള നിലയിൽ യേശുക്രിസ്തുവിനെ രേഖപ്പെടുത്തിയ പേരാണത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ളതായ നിലയിൽ. അപ്പോൾ അത് തന്നെയല്ല, വചനം ജഡമായി തീർന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിനെയാണ് ഇവിടെ വചനം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജയാളിയായി അല്ലെങ്കിൽ ലോകത്തെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി വരുന്ന ക്രിസ്തു, ലോക അധികാരികളെ കീഴ്പ്പെടുത്തുവാൻ വരുന്ന ക്രിസ്തു, ലോകത്തിലെ വാഴ്ചകളെ നീക്കുവാൻ വരുന്ന ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ മനോഹരമായ ഒരു ചിത്രമാണ് ഈ 19-ാം അധ്യായത്തിൽ യോഹന്നാന് സ്വർഗം കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇതിനടുത്തായിട്ട് നാം കാണുന്നത് അതിന്റെ 14-ാം വാക്യമായി, സ്വർഗത്തിലെ സൈന്യവും നിർമ്മലവും ശുഭ്രവുമായി വിശേഷവസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ഇവിടെ ഈ കൂട്ടത്തിലുള്ളതായ സൈന്യം ആരാണ് എന്നുള്ളതാണ്. ഈ ജയാളിയായ അല്ലെങ്കിൽ ഈ യുദ്ധം ചെയ്യാൻ വരുന്ന വെള്ള കുതിരപ്പുറത്ത് വരുന്നതായ ഈ ആളിന്റെ കൂടെയുള്ളതായ സൈന്യമാരാണ്. ഈ സൈന്യത്തെ കുറിച്ച് അവിടെ പറയുന്നത്, നാം അവിടെ കാണുന്നത് 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു എന്നുള്ളതാണ്. ഈ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം പല അഭിപ്രായങ്ങൾ, പല ചിന്തകളുണ്ട്. എന്നാൽ പൊതുവെ യോഗ്യമായ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പങ്കിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സൈന്യം എന്ന് പറയുന്നത് ചിലരുടെ അഭിപ്രായത്തിൽ ഇത് ദൂതന്മാർ മാത്രമാണെന്നുള്ള അഭിപ്രായമാണ്. അതായത് സ്വർഗത്തിലെ സൈന്യം എന്ന് പറഞ്ഞാൽ ആരാ? ദൂതന്മാർ മാത്രമാണ്. അപ്പോൾ ദൂതന്മാർ മാത്രമാണ് കർത്താവിൻ്റെ കൂടെ ഈ യുദ്ധത്തിൽ വരുന്നത് എന്നുള്ള ചിന്തയാണ്. അതിനോട് എല്ലാവരും യോജിക്കുന്നില്ല, ഞാനും യോജിക്കുന്നില്ല. കാരണം ഇവിടെ നമ്മൾ ഓർക്കണം, കുഞ്ഞാടിൻ്റെ കല്യാണം കഴിഞ്ഞു, കാന്തയാവുന്ന സഭ കൂടെയുണ്ട്. അപ്പോൾ അത് വിശുദ്ധന്മാർ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ബേസിക്കായിട്ടൊരു കാര്യം. നിങ്ങൾ ഓർക്കണം, ഈ കൂടെ വരുന്ന ആരുടെയും കഴിവുകൊണ്ടല്ല യുദ്ധം ചെയ്യുന്നത്. ഇവരുടെ ആരുടെയും കയ്യിൽ ഒരു ആയുധവും ഇല്ല. നമ്മൾ അതിലേക്ക് വരാൻ പോകും. ഹർമഗദോൻ യുദ്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് അനുഗമിച്ചു എന്ന് പറയുന്ന ഇവരുടെ ആരുടെയും കയ്യിൽ ആയുധങ്ങളില്ല.
അവരാരും എന്തെങ്കിലും ചെയ്തതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുമില്ല. കൂടെ കർത്താവിൻ്റെ കൂടെ ഒരു വലിയ സൈന്യമായി ഒരു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ സൈന്യം എന്ന് പറയുന്നതും പ്രധാനമായും 4 ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള ചിന്തയാണ് പൊതുവെ എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലിക്കൽ തിയോളജിയൻസിന്റെ അഭിപ്രായങ്ങളിൽ 4 വിഭാഗങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഒന്നിതാണ് 19-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കണ്ടു, 7-8 വാക്യങ്ങൾ നമ്മൾ കണ്ടു, കുഞ്ഞാടിന്റെ കാന്ത. അതാരാണ്? സഭ. കുഞ്ഞാടിന്റെ കാന്ത എന്ന് പറയുന്നത് സഭ. രണ്ടാമതായിട്ട് മഹോപദ്രവത്തിലെ ട്രിബുലേഷനിലെ വിശ്വാസികൾ എന്നുള്ളതായ ട്രിബുലേഷനിലെ വിശ്വാസികൾ 7-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടു. രക്തസാക്ഷികളുടെ നിലവിളി സ്വർഗത്തിലെ യാഗപീഠത്തിന്റെ കീഴിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ട്രിബുലേഷൻ വിശ്വാസികളിൽ ഒരു ഗ്രൂപ്പ് ഈ കൂടെ ഉണ്ടെന്നുള്ള ചിന്തയാണ്. മൂന്നാമതായിട്ട് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ഈ കൂടെ ഉണ്ടാകും എന്നുള്ള അഭിപ്രായമാണ്. പഴയ നിയമ വിശുദ്ധന്മാർ, സഭ, അതുപോലെ തന്നെ ട്രിബുലേഷൻ വിശ്വാസികൾ, പഴയ നിയമ വിശ്വാസികൾ. ഇത് കഴിഞ്ഞ് 4ാമത്തെ ഒരു ഗ്രൂപ്പാണ് ആര്? ദൂതന്മാർ എന്നുള്ള ചിന്തയാണ്. ഞാൻ ഈ പറഞ്ഞ ഈ അഭിപ്രായം ഒരു ഖണ്ഡിതമായ അഭിപ്രായമല്ല. എനിവേ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ദൂതന്മാർ മാത്രമല്ല എന്നുള്ളത് ഉറപ്പാണ്. സഭ കൂടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ ആരൊക്കെയാണുള്ളതെന്ന് അറിഞ്ഞുകൂടെ ഒരു വലിയ സൈന്യം കർത്താവായ യേശുക്രിസ്തുവിനോട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിനോടുകൂടെ ഒരു സൈന്യം, സ്വർഗീയ സൈന്യം കൂടെ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വസ്ത്രത്തോടുള്ള ബന്ധത്തിൽ, അതായത് 14-ാം വാക്യത്തിൽ സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അപ്പോൾ ഈ കൂടെ വരുന്ന സൈന്യവും എങ്ങനെ തന്നെ വരുന്നു? വെള്ള കുതിരപ്പുറത്ത് വരുന്നു. ഞാൻ ഈ ചാർട്ട് നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ ഈ ചാർട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു. എന്നാൽ നമ്മൾ ഇതിന്റെ സമാപനത്തിലേക്ക് നാം വരികയാണ്. വെളിപ്പാട് പുസ്തക പഠനത്തിനോടുള്ള ബന്ധത്തിൽ ഈ ഭാഗം ഞാൻ ഇനി ചിന്തിപ്പാനേ ആഗ്രഹിക്കുന്നില്ല. ദാനിയേൽ പ്രവചനം അനേക നാളുകൾക്ക് മുമ്പ് നാം കവർ ചെയ്തതിന് ശേഷമാണ് നാം ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ വന്നത്. അതിനുശേഷമായിട്ട് നാം കണ്ട കാര്യമാണ് സഭയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആരംഭ ഭാഗത്ത് നമ്മൾ കണ്ടു. അതിനുശേഷമായിട്ട് സഭയുടെ റാപ്ചറിന് ശേഷമായിട്ട് നമ്മൾ എതിർക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ എതിർക്രിസ്തുവിന്റെ കാര്യങ്ങൾ, ബാബിലോണിന്റെ മാർമിക ബാബിലോൺ, അതിന്റെ വീഴ്ച, ഈ വക കാര്യങ്ങൾ ഒക്കെ നാം കാണുകയുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം അവസാനമായി അതിന്റെ ഇടയിൽ ക്രോധകലശങ്ങൾ, കാഹളങ്ങൾ, ഇതുപോലുള്ളതായ മുദ്ര, കാഹളങ്ങൾ, ക്രോധകലശങ്ങൾ, ഇതെല്ലാം നാം ചിന്തിച്ചു കഴിഞ്ഞ ഭാഗങ്ങളാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയും നമുക്ക് പ്രധാനമായും ചിന്തിപ്പാനായിട്ടുള്ളത് ഹർമഗദോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ നാം ചിന്തിക്കുമ്പോൾ 19-ാം അധ്യായത്തിൽ ഇവിടെ നാം കണ്ടു പരസ്പരം കൈകൊടുത്തിരിക്കുന്നത് കുഞ്ഞാടിന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ്. ഈ കാണുന്ന ചിത്രം കുഞ്ഞാടിന്റെ വിവാഹം എന്ന് പറയുന്ന രംഗമാണ് 19-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അപ്പോൾ അതിനുശേഷമായിട്ടാണ് നാം ഈ കാണുന്ന ഈ ചിത്രം വെള്ള കുതിരപ്പുറത്ത് കയറി കർത്താവിന്റെ വരവ്. അപ്പോൾ ഈ വെള്ള കുതിരപ്പുറത്ത് കയറി കർത്താവ് വരുന്നു. കൂടെയുള്ളതായ സ്വർഗീയ സൈന്യവും എങ്ങനെ വരുന്നു? കുതിരപ്പുറത്ത് തന്നെ, വെള്ള കുതിരപ്പുറത്ത് തന്നെ ഒരു സൈന്യം വരികയാണ്. വെള്ള കുതിരപ്പുറത്ത് തന്നെ വരും. അപ്പോൾ ഈ വെള്ള കുതിരപ്പുറത്ത് കയറി വരുന്ന ഈ സൈന്യം ഹർമഗദോൻ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചതാണല്ലോ. ഹർമഗദോനോടുള്ള ബന്ധത്തിൽ അതുതന്നെയല്ല കർത്താവിന്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ, രാജാവായി കർത്താവ് വരുന്നതിനോടുള്ള ബന്ധത്തിൽ നാം അറിഞ്ഞിരിക്കണം. അവന്റെ കാൽ, അതായത് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണ സമയത്ത് ദൂതൻ അവിടെ ആകാശത്തേക്ക് നോക്കി നിന്ന ഗലീല പുരുഷന്മാരോട് പറഞ്ഞു, ആ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് കടന്നുപോയ യേശുക്രിസ്തു ഇതുപോലെ തന്നെ എന്ത് ചെയ്യും? മടങ്ങി വരും എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ യേശുക്രിസ്തു മടങ്ങി വരും. ഒലിവ് മലയിൽ തന്നെ കർത്താവ് മടങ്ങി വരും. അപ്പോൾ ഇവിടെ നാം കാണുന്ന രംഗമെന്ന് പറയുന്നത് ഹർമഗദോൻ എന്ന് പറയുന്ന നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഭൂമിയിൽ എതിർ ക്രിസ്തുവും അവനോട് കൂടെ അണിനിരക്കുന്ന സൈന്യവും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ യുദ്ധത്തിനുള്ളതായ സന്നാഹങ്ങൾ ചെയ്യുമ്പോൾ ഈ ഹർമഗദോൻ യുദ്ധത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാം ഭാഗം എന്ന് പറയുന്നത് ഇസ്രായേലിന് പരാജയം സംഭവിക്കുന്ന ഭാഗമാണ്. കാരണം അവൻ ആരുമില്ല എന്ന നിലയിൽ ഇസ്രായേൽ കഠിനമായി മുറിവേറ്റ് ഇസ്രായേലിലെ സ്ത്രീകളെ തടവുകാരാക്കി ആ നിലയിൽ വളരെ വേദനയോടുകൂടി ഇസ്രായേൽ കടന്നു പോകുന്നൊരു അനുഭവമുണ്ട്. ആ സമയത്താണ് ഇസ്രായേൽ വാസ്തവത്തിൽ മശിഹായെ കാണുവാൻ കൊതിക്കും. അവർ ഉപദ്രവിച്ചവന് കുത്തിയവെങ്കിലേക്ക് അവർ തിരിഞ്ഞു നോക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവർ വരും. അങ്ങനെ കുത്തിയവെങ്കിലേക്ക് നോക്കി നിലവിളിക്കും എന്ന് പറയുമ്പോൾ ഓർക്കണം, ദൈവം അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ് ആ ജാതിയെ അനുഗ്രഹിക്കുമെന്നുള്ളത്. ദൈവം അബ്രഹാം മുഖേന യഹൂദനെ തെരഞ്ഞെടുത്തു, സ്വന്തം ജാതി എന്നുള്ളതാ നിലയിൽ, സ്വന്തം ജനം എന്നുള്ളതാ നിലയിൽ.
അപ്പോൾ അവരുടെ നിലവിളി എന്ന് പറയുന്നത് കേട്ടാൽ സ്വർഗത്തിന് അടങ്ങിയിരിക്കുവാൻ കഴിയുകയും, കാരണം അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, അവർ ദൈവത്തോട് ചെയ്തതായ ദുഷ്ടത, യേശുക്രിസ്തുവിനോട് ചെയ്തതായ ദുഷ്പ്രവർത്തികൾ, ഇതൊക്കെ ഓർത്താൽ വേണമെങ്കിൽ സ്വർഗത്തിന് കണ്ണടയ്ക്കും. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് നമ്മുടെ കിടപ്പുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ യഹൂദന്റെ നിലവിളി ഉയരുമ്പോൾ സ്വർഗത്തിൽ നിന്നും കർത്താവ് വരികയാണ്. അപ്പോൾ ആ ബന്ധത്തിലാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ മൗണ്ട് ഒലിവിലേക്ക്, അതായത് ഒലിവ് മലയിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്. ഒലിവ് മലയിലേക്ക് ഇവിടെ നാം ഓർക്കണം, നാം ഹർമഗദോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ കാണുന്നത് യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റി ഉണങ്ങിയിട്ട് കിഴക്കിൽ നിന്ന് വരുന്ന രാജാക്കന്മാർ അവർക്ക് ഈ നദി ഉണങ്ങിയ നിലത്തൂടെ അവർക്ക് കടന്നു വരത്തക്കവണ്ണം നദിയിലെ വെള്ളം വരെ വറ്റുന്നുണ്ട്. നമുക്കിത് കാണുവാൻ കഴിയും. എന്നാൽ അങ്ങനെ ഭൂരാജാക്കന്മാർ എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ അണിചേരുന്നതായ സമയത്ത്, ഇസ്രായേലിന് ചുറ്റിലായി അണിചേരുന്നതായ സമയത്ത് ആണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് എന്നുള്ളതിനോട് രാജാതി രാജാവായി കർത്താവ് വരികയാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വേണ്ടി സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നവരെ നേരിടുവാൻ വേണ്ടി വെള്ള കുതിരപ്പുറത്ത് കയറി അവൻ വരികയാണ്. സ്വർഗത്തിലെ സൈന്യത്തിന്റെ അകമ്പടിയോടുകൂടി കർത്താവ് വരുന്നു എന്നുള്ളതാണ്. ഇനി ഇതിന് ശേഷമായിട്ട് നമ്മൾ ഓർക്കണം, ഈ സംഭവം കഴിയുമ്പോൾ മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ച് തീപ്പൊയ്യയിലേക്ക് തള്ളിയിടുന്നതായ രംഗമുണ്ട്. അത് മാത്രമല്ല, അതിനുശേഷമായിട്ട് പിശാചിനെ പിടിച്ച് ഈ തീപ്പൊയ്യയിലേക്ക് വിടുന്ന ഒരു ഭാഗമുണ്ട്. നിത്യ ദണ്ഡനത്തിന് വേണ്ടി വിടുന്ന രംഗമുണ്ട്. അതുപോലെ തന്നെ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്ന, സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്ന വിഷയമുണ്ട്. ഇതിനു ശേഷം കിടക്കുന്നു മനോഹരമായ പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നു. ഇതാണ്, ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ അടുത്ത അധ്യായങ്ങൾ തീരേണ്ടത്. ഈ ക്രമത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, മനോഹരമായ ഈ ചിത്രം എന്ന് പറയുന്നത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വരവാണ്. അല്ലെങ്കിൽ ഹർമഗദോനിൽ ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വേണ്ടി, ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ വേണ്ടിയുള്ള കർത്താവിന്റെ വരവാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ എതിർ ക്രിസ്തുവുമായി നടക്കുന്ന ആ യുദ്ധത്തിൽ നിങ്ങൾ ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് യുദ്ധം ചെയ്തത്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, സ്വർഗത്തിലെ സൈന്യം കൂടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. യുദ്ധം ചെയ്യുന്ന ആരാണ്? കർത്താവ് തന്നെയാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. അവിടേക്ക് വരുമ്പോൾ ഈ വിജയാളിയായ ക്രിസ്തുവിന്റെ ഭരണം എങ്ങനെയാണ് എന്നുള്ളത് 15ഉം 16ഉം വാക്യത്തിൽ വായിക്കാൻ കഴിയും. എങ്ങനെയാണ് താൻ കാര്യങ്ങൾ ക്രമീകരിക്കാൻ പോണ, അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് വിജയം എന്നുള്ളത് 15ഉം 16ഉം വാക്യങ്ങൾ വായിക്കും. ജാതിയിലെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ യുദ്ധത്തിൽ ഈ രാജാക്കന്മാരോട് കർത്താവ് ഇടപെടുന്നത് എന്നുള്ളതാണ്. നമ്മളവിടെ നോക്കിയാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കൂടെ വരുന്ന സ്വർഗീയ സൈന്യത്തിന്റെ കയ്യിൽ എങ്ങും ഒരു ആയുധവും ഇല്ല. അവർ കർത്താവിനോട് അകമ്പടി സേവിക്കുന്നു മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ വായിൽ നിന്നും മൂർച്ചയുള്ളതായ വാൾ പുറപ്പെടുകയാണ്. ഈ മൂർച്ചയുള്ളതായ വാൾ പുറപ്പെടുമ്പോൾ അതിന്റെ കൂടെ അവൻ ഇരുമ്പ് കോലുകൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക അവൻ മെതിക്കുന്നു. നമ്മൾ 2-ാം സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്ന കാര്യമാണിത്. അതായത് രാജ്യങ്ങളെ ഭരിക്കുന്നതിനുള്ള ബന്ധത്തിൽ അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ ഭരിക്കുന്നു, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കുന്നു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ആ നിലയിൽ ഈ ഒരു ദയയും ഇവിടെ അർഹിക്കുന്നില്ല. കാരണം ഇവർക്ക് മാനസാന്തരപ്പെടുവാൻ അവസരം ലഭിച്ചു, മടങ്ങി വരുവാൻ അവസരം ലഭിച്ചു. ഇവിടെ നീതിയോടുകൂടി ഒരു വിധി മാത്രമേ ഇനി നടക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ കർത്താവ് തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളാൽ ഈ പറയപ്പെടുന്ന ശത്രു സൈന്യം മുഴുവൻ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ പരിസമാപ്തിയിൽ നമ്മൾ കാണുന്നത്. അതിനോടുള്ള അടുത്തായിട്ട് സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക അവൻ മെതിക്കുന്നു. അപ്പോൾ ദൈവകോപത്തെ കുറിച്ച് പറയുവാൻ പഴയ നിയമത്തിൽ പല ഭാഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് മുന്തിരി ചക്കിന്റെ അനുഭവം. കാര്യം യഹൂദന് മനസ്സിലാകാനും അന്നത്തെ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി വളരെ വേഗം പറയുന്ന ആ ദൃഷ്ടാന്തമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. യഹൂദന് പ്രത്യേകം മനസ്സിലാവും.
അപ്പോൾ ഇന്നൊന്നും നമ്മുടെ ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആളുകളോട് പോലും ഈ ചക്ക എന്ന് പറയുന്ന കാര്യങ്ങളും ഇതൊന്നും നമ്മുടെ പോലും ആളുകൾക്ക് മനസ്സിലാകാത്ത കാലമാണ്. കാര്യം പണ്ട് നമ്മുടെ നാട്ടിലും കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു. കരിമ്പ് കൃഷി ഉള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ കാണാം കരിമ്പ് ചക്ക ആട്ടി കരിമ്പ് നീരെടുക്കുന്നു. കരിമ്പ് നീരെടുക്കുന്നിടത്ത് തന്നെ എന്തുണ്ടാക്കുന്നു? ശർക്കര ഉണ്ടാക്കുന്നു. ഈ ശർക്കര വാങ്ങാൻ ആളുകൾ വരുന്നു, ശർക്കര അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. പക്ഷെ ഇന്ന് ഈ വക കാഴ്ചകളൊന്നും അധിക സ്ഥലങ്ങളിലില്ല. ഇതെല്ലാം അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യം. ഇന്ന് നിന്നും കൃഷി മൊത്തത്തിൽ കുറയുന്നതിനുള്ള ബന്ധത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യ പോയ സമയത്ത് ഞാൻ കണ്ടു, നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ഷുഗർ കെയിൻ എന്ന് പറയുന്നത് ഭയങ്കര കൃഷിയാണ്. പ്രത്യേകിച്ച് ഈ പഴയ UP-യുടെ ഭാഗമായിരുന്ന ഉത്തരാഖണ്ഡ്, ഉത്തരാഞ്ചൽ ആ ഏരിയകളിൽ വലിയ കൃഷിയാണ് ഈ കരിമ്പും കൃഷി. കരിമ്പ് കൃഷി ആദായകരമാണെന്നാണ് അവർ പറയുന്നത്. കാരണം ഈ കരിമ്പിന് 2-3 പ്രാവശ്യം ഫലമെടുക്കാം. അതായത് ഒന്ന് പ്രധാനമായ കൃഷി ചെയ്ത് അതിൽ വളമിട്ട് കിട്ടുന്ന ആ കൃഷി, അത് കഴിഞ്ഞ് ആ കരിമ്പ് ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർ തീയിടും. ആ തീ ഇട്ട് കഴിയുമ്പോൾ വീണ്ടും കിളുത്ത് വരും. ആ കിളുത്ത് വരുന്നതിന് ഇവർക്ക് ഒരു മുടക്കവുമില്ല. കാരണം ഇതിന്റെ കുറ്റിയിൽ തന്നെ കിളുത്ത് വരുന്നു. ആ കിളുത്ത് വരുന്നതിന് നേരത്തെയുള്ള കരിമ്പിനോളവും ദൃഢതയോ അല്ലെങ്കിൽ ആ കരിമ്പിന്റെ തണ്ടുകൾക്ക് അത്രയും വലിപ്പമോ ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ ജ്യൂസ് മധുരമുള്ളതാണ്, സെയിം ടേസ്റ്റാണ്. എന്നാൽ കൃഷിക്കാർക്ക് ആദായകരമാണ് ഈ രണ്ടാം വിളവ് എന്ന് പറയും. എന്നാൽ ഇതിന്റെ രസം എന്ന് പറയുന്നത് ഈ ചക്കം കൊണ്ടിരിക്കുന്ന ആ ഭാഗങ്ങളിൽ ഞാൻ പോവുകയും അവിടുന്ന് ശർക്കര, അത് ഒരു വലിയ പരിപാടിയാണ്. അവരുടെ ആ കഠിനാധ്വാനം എന്ന് പറയുന്നത്, ഇത് ഒരു സ്ഥലത്തു നിന്നും കരിമ്പിങ്ങനെ മെഷീനിൽ കൂടെ കയറ്റി വിടുന്നു, അതിങ്ങനെ ജ്യൂസായിട്ട് ഒരിടത്ത് വന്ന് വീഴുന്നു, അവിടെ നിന്ന് അരിച്ചെടുത്ത് വേറൊരിടത്തോട്ട് പോകണം. ഇങ്ങനെ പാത്രങ്ങൾ മാറിപ്പോയി അവസാനം ഭയങ്കര തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വാർപ്പ അതിനകത്തേക്കാണ് ഇത് ചെന്ന് വീഴുന്നത്. അതിനകത്ത് ആ തിളച്ച് കിടക്കുന്ന ആ വാർപ്പ് തിളച്ച് ഇത് വറ്റിച്ചെടുത്ത് ശർക്കരയാക്കി കഴിയുമ്പോൾ വലിയ ചട്ടുകം കൊണ്ട് അതിനെ കോരിയെടുത്ത് അവർ ഒരു തനയനടുത്തിരിപ്പുണ്ട്. അവനത് തുണിക്കകത്ത് തന്നെ വട്ടത്തിൽ കെട്ടിയുടെ ഒരു ഷേപ്പാക്കിയിട്ട് ഉടനെ തന്നെ എടുത്ത് കമത്തി വെക്കും. നമ്മുടെ നാട്ടിലെ പഴയ കരിപ്പട്ടിയൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഈ ഷേപ്പിൽ ഒരു വൃത്താകൃതിയിൽ തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായ ശർക്കര. ഞാൻ പറയാൻ വന്നത് ഇതൊക്കെ ഇന്ന് പല സ്ഥലങ്ങളിൽ ഇല്ലാതെ വരുന്ന കാര്യമാണ്. അപ്പോൾ ഈ ചക്കിന്റെ കാര്യം പറഞ്ഞാണ് ഞാൻ ഈ വരുന്നത്. ഇവിടെ പറയുന്ന ചക്ക് ദൈവക്രോധത്തിന്റെ ചക്കിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ മുന്തിരി ചക്കെന്ന് പറഞ്ഞാൽ ചക്കിലൂടെ മുന്തിരി കയറി ഇറങ്ങി കഴിയുമ്പോൾ സംഗതി മുന്തിരിയുടെ ഷേപ്പ് മാറി. മുന്തിരിയല്ല, ഏത് സാധനം ചക്കിലൂടെ കയറി ഇറങ്ങിയാലും എന്ത് ചെയ്തു? ഷേപ്പ് നഷ്ടപ്പെടും. അതിനെ ക്രഷ് ചെയ്തല്ലേ അതിൽ നിന്നുള്ള ജ്യൂസ് ഇറങ്ങി വരും. അപ്പോൾ മുന്തിരി ചക്കിനെ കുറിച്ച് പറയുമ്പോൾ മുന്തിരിയുടെ രസം പൂർണ്ണമായും എടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് അതിനേക്കാൾ പരിചയമാണ് നമ്മുടെ ഇവിടുത്തെ രീതിയിൽ പറഞ്ഞാൽ ഓറഞ്ച് ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള അമേരിക്കയിലെ ഒരു സ്റ്റേറ്റാണ് നമ്മുടേത്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ ഓറഞ്ചിന്റെ ഫാക്ടറികളുണ്ട്. നമുക്കിത് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള ഓറഞ്ചോ അല്ലെങ്കിൽ മുന്തിരിയോ ഇങ്ങനെയുള്ളതായ വസ്തുക്കൾ ഈ ചക്കിലൂടെ അല്ലെങ്കിൽ ആ മിഷനിലൂടെ കയറി ഇറങ്ങി കഴിയുമ്പോൾ ഇതിന്റെ ജ്യൂസ് മാക്സിമം ഊറ്റിയെടുത്തതിന് ശേഷം ഇതിന്റെ ചണ്ടി മാത്രം അവശേഷിക്കുകയാണ്. അതിനെ വേസ്റ്റാക്കി തള്ളുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ ദൈവക്രോധത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു എന്ന് പറഞ്ഞാൽ ശത്രുക്കളോടുള്ള ബന്ധത്തിൽ, ഈ യുദ്ധത്തിൽ സന്നാഹത്തോടുകൂടി വന്നായ ശത്രുക്കളോടുള്ള ബന്ധത്തിൽ രാജാതിരാജാവായ കർത്താവ് തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളുമായി ഇവരോട് ഇടപെടുന്നതിൽ ഒരു ദയയുമില്ല എന്നുള്ളതാണ്. ഒരു മുന്തിരി ചക്കിലൂടെ കയറി പോകുമ്പോൾ മുന്തിരി നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ ചക്കിലൂടെ കയറ്റിവിടുന്ന ആളിന് യാതൊരു ദയയില്ല ഇത് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ കരിമ്പോ അല്ലെങ്കിൽ ഓറഞ്ചോ ഈ മിഷനിലൂടെ കടത്തി വിടുന്ന ആളിന് ഒരു ദയയില്ല, യാതൊരു ദയയില്ല. ഞാൻ ഇവിടുത്തെ ഈ കോഴി ഫാക്ടറിയെ കുറിച്ച് ഒരാൾ വിസിറ്റ് ചെയ്യാൻ പോയിരിക്കുന്നത് എനിക്ക് സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല, കേട്ട കാര്യമായി പറയും. നമ്മൾ ഈ കടയിൽ ഈ ഹോൾ ചിക്കനെയൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഓരോ കോഴിയാരും കൊല്ലുന്നില്ല. കാരണം അതിനെ കടത്തിവിടുന്ന സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഇലക്ട്രിക് ബെൽറ്റിലൂടെയാണ് അത് പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക് ബെൽറ്റിലൂടെ ഇതിങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കയറി നിൽക്കുമ്പോൾ ഇലക്ട്രിസിറ്റി അതിലില്ല. പക്ഷെ ഒരു സ്പോട്ടിലെത്തുമ്പോൾ ഒരു പെരുപെരിപ്പിന് വരും, കാലിൽ ചെറിയ പെരുപെരിപ്പ്. അപ്പോൾ അതിങ്ങനെ കാലിൽ ഇങ്ങനെ പോകും. അവിടെയാണ് വാള് വെച്ചിരിക്കുന്നത് പറയും. ഈ വാള് ഫിറ്റ് ചെയ്തിരിക്കുക അവിടെയാണ്. അപ്പോൾ ഈ കോഴികളെ ഇങ്ങനെ ബെൽറ്റെ കൂടെ കയറ്റിവിടുക. അപ്പോൾ വളരെ സുഖമായ ഒരു യാത്രയാണ് കോഴിക്ക്, ഒരു ഈസി റൈഡാണ്. കാര്യം ഘോഷയാത്ര പോലെ ഇങ്ങനെ കോഴി ബെൽറ്റിലൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ഒരു സ്പോട്ടിലെത്തുമ്പോഴാണ് ഈ ചെറിയ പവർ ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ പെരുപ്പ് വരുമ്പോൾ ഈ കോഴി തന്നെത്താൻ ഇങ്ങനെ
തല ഉയർത്തുമ്പോൾ ഈ തല കറക്റ്റ് ബ്ലേഡിൽ കൊള്ളത്തക്കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അതിന് മറ്റ് പ്രോസസ്സിംഗ് എന്ന് ഇത് കണ്ടതായ ഒരാളോട് പറയും. ഞാൻ പറയാൻ വന്നത്, ഈ ബെൽറ്റിലൂടെ ഇതിനെ കയറ്റിവിടുന്ന ആളിനൊരു ദയയില്ല. കാര്യം അവനവരെ ജോലി ചെയ്യുന്നു എന്നേ നമുക്ക് പറഞ്ഞാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ദൈവക്രോധത്തിന്റെ ചക്ക് എന്ന് പറയുന്നത് പോലെ യാതൊരു ദയയും ഇല്ലാത്തതുപോലെയുള്ള പെരുമാറ്റമാണ് അവിടെ നടക്കുന്നത്. കാര്യം ഇവർ ദയ അറിയിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്, ഒരു ദയയും അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ദൈവക്രോധത്തിന്റെ മദ്യം ആ ചക്കിലൂടെ പുറത്തു വരുന്നത് പോലെ, അല്ലെങ്കിൽ മുന്തിരി ചക്കിൽ നിന്നും പുറത്തു വരുന്നത് പോലെ ഇവരെ ആ നിലയിൽ കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടത് കർത്താവിന്റെ വസ്ത്രത്തിന്മേൽ എന്ത് കാണുന്നു? രക്തം കാണുന്നു എന്ന് പറയുന്നത്. കാര്യം ചക്കിനടുത്ത് ജോലി ചെയ്യുന്നവന്റെ വസ്ത്രത്തെ നോക്കിയാൽ മതി, അവൻ ഏത് വസ്തുവാണോ ചക്കിലൂടെ കയറ്റിവിടുന്നത് അതിന്റെ അവശിഷ്ടങ്ങൾ അവന്റെ വസ്ത്രത്തിന്മേൽ കാണും. അത് ലോകപ്രകാരം നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഈ ദൈവക്രോധത്തിന്റെ ചക്ക് എന്ന് പറയുന്ന അനുഭവം ഇവിടെ നാം കാണുകയാണ്. ശത്രുക്കളോടുള്ളതായ ബന്ധത്തിൽ നമുക്ക് നമ്മുടെ സമയമാകുന്നല്ലോ. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. ഇതിന് ശേഷമായിട്ട് നാം നോക്കുമ്പോൾ അടുത്ത ഒരു ദൂതന്റെ പ്രഖ്യാപനവും, ദൂതൻ മഹാദൈവത്തിന്റെ സദ്യയ്ക്ക് ആളുകളെ വിളിച്ചു കൂട്ടുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഇത് മഹോപദ്രവത്തിനോടുള്ള ബന്ധത്തിലെ അവസാന ഭാഗത്ത് നടക്കുന്ന സംഭവമാണ്. ഈ പറയപ്പെടുന്ന ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്ന അതിന്റെ അവസാന സമയത്ത് നടക്കുന്ന കാര്യമാണ്. കാര്യം ഇതിന്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നതും അങ്ങനെയുള്ളതായ കാര്യങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് ചിന്തിക്കാം. ദൈവമായ കർത്താവ് ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് എന്നെ നിങ്ങളെയും കൊണ്ടുവന്നു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കൃപായുഗത്തിൽ തന്നെ ഇത് കേൾക്കുവാനും ദൈവവചനം അറിയുവാനും ദൈവവചനം പിൻപറ്റുവാനും ഇതുപോലുള്ള ശ്രേഷ്ഠമായ അനുഭവം നമുക്ക് ദൈവം ഒരുക്കിയതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു അർഹതയുമില്ലാതിരുന്ന, ഒരു യോഗ്യതയുമില്ലാതിരുന്ന എന്നെ നിങ്ങളെയും യോഗ്യതയുള്ളവരാക്കി തീർത്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധിയോടുകൂടി നമ്മുടെ പ്രവാസകാലം കഴിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.